ഹായ് ഹലോ ഫ്രണ്ട്സ്. നമ്മളെ കൂടിനൊരു പണി കിട്ടി കേട്ടോ. അതുകൊണ്ട് ടാർപ്പോ എല്ലാം കൂടി കാറ്റടിച്ചിട്ടാണെന്ന് തോന്നുന്നത്. ഇപ്പോൾ വന്നപ്പോഴും നോക്കിയപ്പോഴാണ് കണ്ടത് ഫുൾ പറന്നിളകി കിടക്കുകയാണ്. സംഭവം ഇത് നമ്മൾ കെട്ടിയൊന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ടിട്ടുള്ളൂ. പക്ഷേ ഇതിനേക്കാട്ടിലും കാറ്റും മഴയൊക്കെ വന്നപ്പോഴത്തേക്കും സേഫായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇങ്ങനെ കളഞ്ഞത് ഇളകി വീണത് എന്തായാലും നന്നായി. കാരണം ഒരു മഴ സമയത്തിന് വല്ല ആയിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടൊക്കെ നനഞ്ഞ് നല്ല എട്ടിൻ്റെ പണി കിട്ടിയേനെ. എനിവേ ഇതിപ്പോൾ മാറിയപ്പം കൂടിനകത്ത് നല്ല വെട്ടമുണ്ട് കേട്ടോ. നമ്മുടെ ടെഡി ഹൈ ഫ്ലയറാണ്. ഓക്കെ, എഗ്ഗിൽ അവിടെ ഇരിക്കുന്നത് മെയിലിനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മാറ്റി. നമ്മളിവിടെ ചെയ്ത് പറഞ്ഞത് ഫസ്റ്റ് മെയിൽസിനെ എല്ലാത്തിനെയും കൂടെ ഫീമെയിൽസിനെല്ലാം നമ്മൾ ഫീഡിങ്ങിലോട്ട് സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെയും വെച്ച് കൊടുക്കും. അതിനുശേഷം മെയിലുകളെല്ലാം തുറന്ന് തീറ്റയ്ക്കായിട്ട് വിടും. ഇവിടെ നമുക്ക് കോമ്പൗണ്ട് വാളിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മളൊരു പൂച്ചയുടെ കൂട്, അഥവാ പേർഷ്യൻ ക്യാറ്റിനൊക്കെ ഇടുന്ന കേജ് ഉണ്ടല്ലോ, അതിനകത്താണ് കേട്ടോ തീറ്റയൊക്കെ വയ്ക്കുന്നത്. നമുക്ക് അധികം പ്രാവുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഏകദേശം ഒരു 10-15 പ്രാവുകളും അതിനകത്ത് നിന്നും തീറ്റയൊക്കെ എടുത്തോളും. ഓക്കെ, അതിനകത്ത് തന്നെയാണ് തീറ്റയും വെള്ളവും ഗ്രിഡും ഒക്കെ വയ്ക്കണം. ഇപ്പോൾ കണ്ടത് നമ്മുടെ റാംപൂരി ഹൈ ഫ്ലയർ ആൻഡ് ടെഡി മിക്സിൻ്റെ ഒരു പേരാണ് കേട്ടോ. എല്ലാവരും എഗ്ഗൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടിരിക്കുകയാണ്. നമ്മുടെ സിറിൽ ജെയിംസ് ഏട്ടൻ്റെ പ്രാവുകൾ. ഓക്കെ, പുള്ളിയുടെ പ്രാവിൻ്റെ കാലിൽ കണ്ട റിങ്ങിൽ ചെയ്യേണ്ട പേരുണ്ട്, പേരും മൊബൈൽ നമ്പറൊക്കെ ആയിട്ട്. നല്ല ബേർഡാണ് കേട്ടോ. ഇപ്പോൾ ഇത് എഗ്ഗ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് ഫാറ്റൊക്കെ പോയിട്ട് ബേർഡ് നല്ല സ്ട്രോങ് ആയി. ഓക്കെ, നല്ല ഫീഡിങ്ങിലൊക്കെയാണ്. അപ്പം ബൈ, നാളെ കാണാം.